അമേരിക്കയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമിടിച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി ജഹ്നവി കണ്ടുലയുടെ കുടുംബത്തിന് സിയാറ്റിൽ നഗരസഭ 244 കോടി ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകും. 2023 ജനുവരിയിലായിരുന്നു ദാരുണമായ ഈ സംഭവം നടന്നത്. 2023 ജനുവരിയിൽ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ ജഹ്നവി കണ്ടുല റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനായ കെവിൻ ഡേവ് ഓടിച്ച പെട്രോളിംഗ് വാഹനം ഇടിക്കുകയായിരുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ മാത്രം വേഗത അനുവദനീയമായ സ്ഥലത്ത് 119 കിലോമീറ്റർ വേഗതയിലാണ് ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ ജഹ്നവിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ജഹ്നവിയുടെ മരണത്തിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ ഡാനിയൽ ഓർഡറർ നടത്തിയ വിവാദ പരാമർശങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ജഹ്നവിയുടെ ജീവന് പരിമിതമായ മൂല്യം മാത്രമേ ഉള്ളൂവെന്നും നഗരസഭ ഒരു ചെക്ക് എഴുതി നൽകിയാൽ പ്രശ്നം തീരുമെന്നും ഇയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് ബോഡി ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ഡാനിയൽ ഓർഡറെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് 29 ദശലക്ഷം ഡോളറിന്റെ ഒത്തുതീർപ്പിൽ സിയാറ്റിൽ നഗരസഭ എത്തിയത്. ജഹ്നവിയുടെ ജീവിതത്തിന് മൂല്യമുണ്ടായിരുന്നുവെന്നും ഈ തുക കുടുംബത്തിന്റെ വേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമാകുമെന്ന് കരുതുന്നതായും സിറ്റി അറ്റോർണി പ്രസ്താവനയിൽ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ കൂർണൂൽ സ്വദേശിയായിരുന്നു ജഹ്നവി കണ്ടുല. ഉപരിപഠനത്തിനായി അമേരിക്കയിലെത്തിയ ജഹ്നവിയുടെ മരണം പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു.